ഗൈസ്, ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്. 2 ദിവസത്തിലും എന്റെ പല്ലെടുക്കും. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഡേറ്റിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അത് നമ്മൾ ഇതുവരെ പോവാത്ത കോഴിക്കോട് ഹൈലൈറ്റ് മോളിലേക്കാണ് ഗൈസ്. സത്യം പറഞ്ഞ ഒരു പ്ലാനും ഇല്ല എന്ത് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഒന്ന് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ട് മെൻഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് അവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഗേൾസിനെക്കാളും കഷ്ടമാണ്. കുറെ സമയം എടുക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും എനിക്ക് വെയിറ്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാനും കുറച്ചു നേരം ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് 1-2 ഷർട്ടും പാൻസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ഓഫർ ടൈം ആയതുകൊണ്ട് പ്രൊഡക്റ്റിനൊക്കെ 500 താഴെയായിരുന്നു ഗൈസ് റേറ്റ്. നമ്മൾ പൈസ പൊട്ടാത്ത പോലെ വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് നല്ല അഫോർഡബിൾ റേറ്റിന് അഫോർഡബിൾ ഡ്രസ്സും കിട്ടും. 50% ഓഫർ ഇല്ലാതുകൊണ്ട് പൈസ അധികം കയ്യിൽ നിന്ന് പൊട്ടിയില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോജിന്ന് ഒരു അവിൽ മിൽക്ക് വാങ്ങിച്ചു ഗൈസ്. അത് അവനക്ക് ഞാൻ വാരി തരുന്ന ഭയങ്കര നിർബന്ധമായിരുന്നു. അവലെന്ന് വിചാരിച്ചിട്ട് വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ SM സ്ട്രീറ്റിലേക്ക് വിട്ടു ഗൈസ്. അവന് ഡ്രസ്സ് എടുത്തു. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ. നമ്മൾ അവിടുന്ന് ഹൽവ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ് 2 വീട്ടിലേക്ക് നമ്മൾ ഹൽവ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷോപ്പിലേക്ക് കയറി ഗൈസ്. എന്റെ കിളി സത്യത്തിൽ പോയി. അവിടുന്ന് ഞാനൊരു സാധനം എടുത്തു. ചെക്കൻ്റെ കൈ ഭയങ്കര ചെറുതാണ്. അവൻ ഏത് വാച്ച് ഇട്ടെങ്കിലും അത് അതിന്റെ മണ്ട എത്ര വലുത്. അതുകൊണ്ട് നമ്മൾ വാച്ചിന്റെ പ്ലാന് ക്യാൻസൽ ആക്കി. എവിടെ പോയാലും ഞാൻ ബാഗ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടലില്ല. അതുകൊണ്ട് ഞാൻ കുറെ ബാഗ് നോക്കി. സ്വാഭാവികമായിട്ട് എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, എനിക്ക് കൺഫ്യൂഷൻ ആയി. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂർ ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക്. സമയം നല്ലതുപോലെ വൈകി വീട്ടിലേക്ക് കയറ്റുമെന്ന് അറിയില്ല. ബൈ.